Hi all, welcome to yet another English class of Leeds Academy Smart Plus app. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ അടുത്ത മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്കോളർഷിപ്പ് ജാക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് റിട്ടൺ ബൈ മാർത്ത സെൽനാസ്. ഓക്കെ, സോ മാർത്ത സെൽനാസിൻ്റെ ഒരു ഓട്ടോബയോഗ്രാഫിക്കൽ ഷോർട്ട് സ്റ്റോറിയാണ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ സ്റ്റോറി, പക്ഷേ നമുക്ക് എക്സാമുകൾക്ക് എപ്പോഴും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാർത്ത. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. സോ വി ക്യാൻ കം ടു ദ ചാപ്റ്റർ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. So first we can discuss about the author Martha Selnas. So she was born in 1949 and she has published several short stories and she is a Mexican writer. Okay, Martha Selnas was born in 1949 and she has published several short stories. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒറ്റ പോയിന്റേ ഉള്ളൂ, മാർത്ത സെൽനാസ് ഈസ് എ മെക്സിക്കൻ റൈറ്റർ. സോ നമുക്കിനി ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് പോകാം. ദ സമ്മറി ഓഫ് ദ സ്റ്റോറി. ദ സ്റ്റോറി ഈസ് ബേസ്ഡ് ഇൻ എ സ്മോൾ ടൗൺ ഇൻ അമേരിക്കൻ സ്റ്റേറ്റ് ഓഫ് ടെക്സാസ്. അപ്പോൾ ഈ സ്റ്റോറി നടക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഇൻ എ സ്മോൾ ടൗൺ ഇൻ ദി അമേരിക്കൻ സ്റ്റേറ്റ് ഓഫ് ടെക്സാസിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. The protagonist is a 14 years old girl named Martha. അപ്പോൾ ഇതിലെ മെയിൻ കഥാപാത്രമായ മാർത്തയാണ്. മാർത്ത is a 14-year-old girl and she is a spirited young woman and a brilliant student. അപ്പോൾ അവളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സ്പിരിറ്റഡ്, എനർജറ്റിക് ആയ, നല്ല ബ്രില്യൻ്റ് ആയ, നല്ല സ്റ്റൂഡിയസ് ആയ ഒരു ഗേളാണ് മാർത്ത. ആൻഡ് ഷീ ഹാസ് ബീൻ എ ക്ലാസ് ടോപ്പർ ഓൾ ഹർ ലൈഫ്. അപ്പോൾ അവളുടെ ലൈഫിൽ അവളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 8th ഗ്രേഡ് വരെ ക്ലാസ്സിൽ ടോപ്പറായിട്ട് പഠിച്ചു വന്ന ആൾക്കാരാണ്. ആളാണ്. Her only goal is to attain the scholarship jacket that the school awards to the best performing student for 8 years of consecutive brilliance. അപ്പോൾ ഇവരുടെ സ്കൂളിൽ ഒരു പ്രത്യേകതയുണ്ട്. സോ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അവാർഡ് ചെയ്യും. കാരണം 8 ഗ്രേഡ് വരെ അല്ല 8 ഇയേഴ്സ് വരെ ഫസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്ത് വന്ന ആൾക്ക്, അതായത് ഒരു വർഷം മാത്രം പോരാ, 8 വർഷവും ടോപ്പറായിട്ട് നിന്ന ആൾക്ക് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ഒരു അവാർഡാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ കളറിലൊക്കെ വന്ന് അതിൻ്റെ ഇവിടെ എസ് എന്ന് വന്ന് സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ എസ് വന്ന് അവരുടെ പേരൊക്കെ വന്ന് നല്ല ഒരു അവാർഡായിട്ട് കൊടുക്കുന്നതാണ്. ഒരു മെറിറ്റോറിയസ് അവാർഡാണ് സ്കോളർഷിപ്പ് jacket. Martha accepts to given the honor as she enters her 8th grade, just like her sister Rosie did in the past. അപ്പോൾ അവൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്, 8th ഗ്രേഡ് വരെ ഇവൾ ടോപ്പറായിട്ട് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവക്കും ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഹർ സിസ്റ്റർ ഓൾസോ അവാർഡഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അവളുടെ സിസ്റ്ററായ റോസിക്കും ഇതേ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയ ഒരാളാണ്. ഇൻ ഓൾ ഓണസ്റ്റി മാർത്ത ഹാസ് ഹാഡ് എ ടഫ് ലൈഫ്. പക്ഷേ ഇവൾ ഇത്രയും നല്ല ബ്രില്യൻ സ്റ്റുഡൻ്റ് ആണ്, എനർജറ്റിക് സ്റ്റുഡൻ്റ് ആണെങ്കിലും അവളുടെ ലൈഫിലേക്ക് നോക്കുവാണെങ്കിൽ അവളുടെ ലൈഫ് അത്ര സുഖകരമായ ഒരു ലൈഫായിരുന്നില്ല. കാരണം ഷീ ഹാഡ് എ ടഫ് ലൈഫ്. ഷീ ലിവ്സ് വിത്ത് ഹർ ഗ്രാൻഡ് പാരൻസ് ആസ് ഹർ ഫാദർ കനോട്ട് അഫോർഡ് ടു ഫീഡ് ഹർ വിത്ത് ഹിസ് പുവർ ഇൻകം. നൗ ഷീ ഈസ് ലിവിങ് വിത്ത് ഹർ ഗ്രാൻഡ് പാരൻസ്. അതിനൊരു കാരണമെന്ന് പറയുന്നത് അവൻ്റെ അച്ഛൻ ഒരു മെക്സിക്കൻ ഫാമർ ആൻഡ് ഹി ഹാസ് 8 ചിൽഡ്രൻ. അപ്പോൾ ഈ 8 ചിൽഡ്രനെയും കൃത്യമായിട്ട് ഫീഡ് ചെയ്യാനും അവരെ നോക്കി നടത്താനുമുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ മാർത്താനെ വിട്ടിരിക്കുകയാണ്. ഹിസ് ഗ്രാൻഡ് ഫാദർ റൺസ് എ ഫാം ആൻഡ് ട്രൈസ് ഹാർഡ് ടു എഡ്യൂക്കേറ്റ് ഹർ. അപ്പോൾ അവരും അത്ര റിച്ച് ഒന്നുമല്ല. ആൻഡ് ഹർ ഗ്രാൻഡ് ഫാദർ ഈസ് റണ്ണിങ് എ ഫാം. And he tries hard to educate her. He could not participate in sports at school as there were registration fees, uniform fees and trips out of the town. അപ്പോൾ ഇവിടെ അത്ര റിച്ച് അല്ലാത്തത് കൊണ്ട് തന്നെ സ്കൂളിലെ സ്പോർട്സ് മീറ്റുകളിലൊന്നും ഇവൾ പങ്കെടുക്കാറില്ല. അതിന് മെയിനായിട്ട് 3 റീസൺ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, സ്പോർട്സ് മീറ്റിന് പങ്കെടുക്കണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് രജിസ്ട്രേഷൻ ഫീസ് വരും. അപ്പോൾ അത് അടയ്ക്കാനുള്ള പൈസ ഇല്ല. പിന്നെ നമുക്കറിയാം യൂണിഫോം വരും, ജേഴ്സീസ്, അങ്ങനെയുള്ള സ്യൂട്ടുകൾ, കാര്യങ്ങൾ, ജാക്കറ്റ്, ഷൂസ്, ഇതൊക്കെ വേണം. അപ്പോൾ അതൊന്നും മേടിക്കാൻ പൈസയില്ല. അതുപോലെ ട്രിപ്സ് ഔട്ട് ഓഫ് ദ ടൗൺ. അപ്പോൾ നമുക്കറിയാം
മീറ്റുകൾക്ക് പങ്കെടുക്കാനായിട്ട് നമ്മൾ സ്കൂളിൽ തന്നെ ആയിരിക്കില്ല, പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് ആ ഒരു ട്രിപ്പുകൾക്ക് പൈസ കൊടുക്കാനില്ല. സോ ഷീ വുഡ് നെവർ ഹാവ് എ സ്കൂൾ സ്പോർട്സ് ജാക്കറ്റ് ഇൻ ഹർ ഹോം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കൊരു സ്പോർട്സ് ജാക്കറ്റ് ഇല്ല. ഓക്കെ, കാരണം സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കുന്നില്ല, ഇത് മേടിക്കാൻ പൈസയില്ല, അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തില്ല, സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല, അത് ഒരു ജാക്കറ്റ് സ്വന്തമായിട്ടില്ല. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് വാസ് അവർ ഓൺലി ചാൻസ്. അപ്പോൾ അവൾക്ക് സ്വന്തമായിട്ടൊരു ജാക്കറ്റ് കിട്ടാൻ പോകുന്നത് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റാണ്. അത് കിട്ടുമെന്ന് അവൾക്ക് ഉറപ്പാണ്. കാരണം എന്താണ്, ക്ലാസ്സിൽ ടോപ്പറാണ് അവൾ. ഇൻ മെയ്, ക്ലോസ് ടു ദ പാസിംഗ് ഔട്ട് ഡേ, സ്പ്രിംഗ് ഫീവർ സ്ട്രക്ക് ആസ് യൂഷ്വൽ. അപ്പോൾ സ്കൂള് അടയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ അടയ്ക്കുന്നതിന് മുമ്പായിട്ടാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് അവാർഡ് ചെയ്യുന്നത്. അത് സ്പ്രിംഗ് ഫീവർ സ്ട്രക്ക് ആസ് യൂഷ്വൽ. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ. അങ്ങനെ സ്കൂള്, നമുക്കറിയാം സ്കൂളൊക്കെ അവസാനിക്കാറാകുന്ന സമയത്ത് കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കും കുറച്ച്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിച്ചു, നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ഇൻ ദ ക്ലാസ് ആൻഡ് വി സ്റ്റേയേർഡ് ഔട്ട് ഓഫ് ദ വിൻഡോ അറ്റ് വൺ അനദർ. ഓക്കെ, അപ്പോൾ അവർ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ പുറത്ത് വിൻഡോയിൽ പുറത്തേക്കൊക്കെ നോക്കി ഇരുന്നു. ഷീ ഓൾസോ നോട്ട് വെരി ബ്യൂട്ടിഫുൾ ഓർ അത്ലറ്റിക്. അപ്പോൾ മാർത്തേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവളുടെ അപ്പിയറൻസ് പറയുകയാണെങ്കിൽ അത്ര ബ്യൂട്ടിഫുൾ ഒന്നുമല്ല, കാണാൻ അത്ര ഭംഗിയുള്ളൊരു ഗേളൊന്നുമല്ല. ആൻഡ് ഷീ ഈസ് നോട്ട് അത്ലറ്റിക്, അത്ര നല്ല ഫിറ്റ് ബോഡി ഒന്നും ഉള്ള ഒരാളല്ല. ആൻഡ് ഷി വാസ് കോൾഡ് ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ. അപ്പോൾ ഇവളുടെ കൂട്ടുകാരികൾ കളിയാക്കി വിളിക്കുന്നത് ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ. എന്താണ്, വള്ളിപ്പേര എന്നാണ് വിളിക്കുന്നത്. കാരണം വള്ളിപ്പേര എന്ന് വിളിക്കുന്നത് എന്താ, വള്ളി പോലെ ഇരിക്കുന്നത്. ആൻഡ് ബീൻ പോൾ. However, her world turns upside down when he hears a couple of teachers arguing in the locker room. അപ്പോൾ അവൾ വളരെ പ്രതീക്ഷയോടെ ജാക്കറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ പ്രതീക്ഷയിൽ ഇരിക്കുന്ന സമയത്താണ് by chance she heard the talking and argument of her teachers. The voices she recognized. അപ്പോൾ ലോക്കർ റൂമിൽ നിന്ന് തൻ്റെ ടീച്ചേഴ്സ് സംസാരിക്കുന്നത് കേട്ടു. ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് ഗിവിങ് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ചും മാർത്തയെക്കുറിച്ചുമാണ് സംസാരം. ദ വോയിസ് ഷീ റെക്കഗ്നൈസ് മിസ്റ്റർ ഷെമിറ്റ്, ഹർ ഹിസ്റ്ററി ടീച്ചർ, അവളുടെ ഹിസ്റ്ററി ടീച്ചറും അതുപോലെ തന്നെ മിസ്റ്റർ ബോണി, ഹർ മാത്സ് ടീച്ചറും തമ്മിലുള്ള സംസാരമാണ്. ദ വർ ആർഗ്യൂയിങ് അബൌട്ട് ഹർ. അപ്പോൾ ഇവളെക്കുറിച്ചാണ് ഈ ആർഗ്യുമെൻ്റ് നടക്കുന്നത്. എന്തിന്, സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ച്. They were talking about the jacket and how it should go to her classmate Juan, who stood second to Martha. അപ്പോൾ അവർ ഈ ഒരു ആർഗ്യുമെൻ്റ് നടക്കുന്നത്, ക്ലാസ്സിൽ ടോപ്പർ മാർത്തയാണ്, പക്ഷേ ഇവളുടെ സെക്കൻഡ് നിൽക്കുന്ന ക്ലാസ്മേറ്റ് ആയ ജുവാന് ഈ ഇത് കൊടുക്കണമെന്നാണ് ഇവളുടെ മാത്സ് ടീച്ചറായ മിസ്റ്റർ ബോണി പറയുന്നത്. പക്ഷേ മിസ്റ്റർ ഷെമിത്ത്, ഇത് ഹിസ്റ്ററി ടീച്ചർ പറയുന്നു, ഇത് ഡിസേർവ് ആയിരിക്കുന്നത് മാർത്തയ്ക്കാണ്. സോ ദിസ് ഈസ് ദ ആർഗ്യുമെൻറ്റ് ഷീ ഹേർഡ്. Juan's father was an influential man and he owns the only store in town. അപ്പോൾ ഇതിന് ഒരു ആർഗ്യുമെൻറ്റിൽ മാത്സ് ടീച്ചറായ മിസ്റ്റർ ബോണി പറയുന്ന ഒരു കാര്യമുണ്ട്. ജുവാൻസ് ഫാദർ എന്ന് പറയുന്ന ആ സൊസൈറ്റിയിൽ അത്യാവശ്യം ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരാളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്കൂളിന് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ മാൻ. ഹി ഓൺസ് ദ ഓൺലി സ്റ്റോർ ഇൻ ടൗൺ. അതുപോലെ തന്നെ അവിടുത്തെ ടൗണിൽ സ്റ്റോർ, സ്വന്തമായിട്ടൊരു കടയുള്ള ഷോപ്പുള്ള ഒരാളാണ് ജുവാൻസ് ഫാദർ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഷീ ബിക്കെയിം വെരി മച്ച് അപ്സെറ്റ്. ദ ആർഗ്യുമെൻറ്റ് ഈസ് ഗോയിങ് അബൌട്ട് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആൻഡ് ഇത് കൊടുക്കണോ വേണ്ടേ, ഇവർക്ക് മാർത്തയ്ക്ക് കൊടുക്കണോ അതേ ജുവാന് കൊടുക്കണോ എന്നുള്ള ആർഗ്യുമെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് സങ്കടമായി. കാരണം ഇവളുടെ ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ്, ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ സൂൺ മാർത്താസ് നൈറ്റ് മെയർ ഈസ് റിയലൈസ് വെൻ ഷീ വാസ് കോൾഡ് ടു പ്രിൻസിപ്പൽസ് ഓഫീസ്. അപ്പം ഇവിടെ ഈ ടെൻഷനിൽ ഇരിക്കുന്ന ഒരു സമയത്താണ് പ്രിൻസിപ്പൾ ഇവിടെ വിളിച്ചതെന്ന്, ഒന്ന് ചെല്ലാൻ പറഞ്ഞു ഓഫീസിലേക്ക്. ആൻഡ് പ്രിൻസിപ്പൽ സെഡ് വൺ തിങ് ടു ഹർ. ദ പ്രിൻസിപ്പൾ ഇൻഫോം ഹർ അബൌട്ട് എ ചേഞ്ച് ഇൻ സ്കൂൾ പോളിസി. അവളോട് പറഞ്ഞു, നമ്മുടെ സ്കൂൾ പോളിസിയിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റം എന്താണ്, ഫ്രം ദാറ്റ് ഇയർ ദ ജാക്കറ്റ് വാസ് ഗോയിങ് ടു ബി പെയ്ഡ് ഫോർ $15 ടു ബി എക്സാക്ട്. ഓക്കെ, പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ വർഷം മുതൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ല, $15 അതിന് പേ ചെയ്താൽ മാത്രമേ തരുള്ളൂ. അപ്പോൾ ഇത് അവാർഡാണോ? ഓക്കെ, ദാറ്റ്സ് ദ ഡൗട്ട്. The girl is heart broken but summons enough to courage to defer the matter up
until a conversation with her grandparents. അപ്പം പ്രിൻസിപ്പാൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ അങ്ങ് തകർന്നു പോയി. കാരണം അവൾ മാനസികമായിട്ട് തകർന്നു. അവളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഷീ ബിക്കെയിം വെരി മച്ച് അപ്സെറ്റ്. പക്ഷേ പ്രിൻസിപ്പാളിനോട് ഇതൊന്നും പറഞ്ഞില്ല. ആൻഡ് ഷി വെൻറ്റ് ഹോം ആൻഡ് ഡയറക്ട്ലി ഡു എ കോൺവെർസേഷൻ വിത്ത് ഗ്രാൻഡ് പാരൻസ്. ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു. വെൻ ഷീ റിട്ടേൺസ് ഹോം ആൻഡ് ഇൻഫോം ഹർ grandfather about what had happened, he declined any sort of payment. അങ്ങനെ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമാണ്, $15 പേ ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ, സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, ഇറ്റ് മീൻസ് യു ഹാവ് ഏൺ ഇറ്റ് ബൈ ഗീവിംഗ് ദ ഹയസ്റ്റ് ഗ്രേഡ് ഫോർ ദ 8 years, വാട്ട് ദാറ്റ്സ് വൈ ദേ ആർ ഗീവിങ് ഇറ്റ് ടു യു. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, നടക്കില്ല മോളെ, എൻ്റെ ഈ പൈസയൊന്നുമില്ല, അങ്ങനെ പൈസ കൊടുത്ത് മേടിക്കുന്ന അവാർഡൊന്നും നിനക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ ഇത് ഹയസ്റ്റ് ഗ്രേഡിന് കൊടുക്കുന്നതാണെങ്കിൽ പിന്നെ എന്തിന് നീ അതിന് പേ ചെയ്യണം? അപ്പോൾ ഇത് നിനക്ക് അവാർഡല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആരിൽ നിന്ന് വന്നു? ഗ്രാൻഡ് ഫാദറിൽ നിന്ന് വന്നു. ഷീ റിയലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ വേർഡ്സ് ടു ലേറ്റ്. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ ഈ ഒരു കാര്യം അവൾക്ക് അപ്പം കത്തില്ല. കാരണം അവളുടെ മനസ്സിൽ എന്ത് മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഇത് കിട്ടണം. Grandpa said nothing and went back to weeding the field. അപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പോകാൻ തുടങ്ങുകയാണ്. ഫൈനലി ഹി സ്പോക്ക് ആസ് ടേൺ ടു ലീവ് ആൻഡ് ക്രൈ. ഓക്കെ, അപ്പം അവൾ ഇതങ്ങ് കേട്ട് പറ്റ ഡൗൺ ആയിപ്പോയി, കരയാൻ തുടങ്ങി. ഓക്കെ, ഇഫ് യു പേ ഫോർ ഇറ്റ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇഫ് യു പേ ഫോർ ഇറ്റ് മാർത്ത, ഇറ്റ് ഈസ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഈസ് ഇറ്റ്? ഓക്കെ, അപ്പോൾ ഇത് നീ പേ ചെയ്യുകയാണെങ്കിൽ അതെന്തല്ല, സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല. ടെൽ യുവർ പ്രിൻസിപ്പൽ ദാറ്റ് ഐ വിൽ നോട്ട് പേ ദ $15. ഞാൻ $15 തരില്ല എന്ന് തന്നെ പ്രിൻസിപ്പളിനോട് നീ പറഞ്ഞേരെ. നെക്സ്റ്റ് ഡേ മാർത്ത റിയലൈസ് ഹർ ഡിസിഷൻ ടു ഡിക്ലൈൻ ദ ജാക്കറ്റ് ആസ് ഷീ ഹാസ് നോ മണി. അപ്പോൾ അങ്ങനെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് അടുത്ത ദിവസം ചെന്നു. എന്നിട്ട് പറഞ്ഞു, സാറേ എനിക്ക് ജാക്കറ്റ് വേണ്ട, $15 തന്ന് എനിക്കത് വേണ്ട എന്ന് തന്നെ അവൾ ക്ലിയർ ആയിട്ട് പ്രിൻസിപ്പളിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. ഷീ ഓഫേഴ്സ് ടു ദ നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ലൈൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ, അത് ജുവാന് ദ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ആൾ, അവർ പേ ചെയ്യാൻ റെഡിയാണെങ്കിൽ അവർക്ക് കൊടുത്തോ എന്ന് തന്നെ പറഞ്ഞു. ബട്ട് ആഫ്റ്റർ ഹിയറിംഗ് ഹർ വേർഡ്സ് ആൻഡ് ആംഗ്വിഷ് ഇൻ ദം ദ പ്രിൻസിപ്പൾ ഹേർഡ് മെൽസ്. അപ്പോൾ ഇവളുടെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ ആപ്പടെ സങ്കടത്തിലായി. കാരണം മെറിറ്റോറിയസ് ആയ മെറിറ്റുള്ള സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന മാർത്തയാണ്. അപ്പം ഇവക്കല്ലേ ഇത് കൊടുക്കണ്ട എന്നൊരു ചിന്ത പ്രിൻസിപ്പാളിനും വന്നു. ഹി ഡിസൈഡ്സ് ടു അവാർഡ് ഇറ്റ് ടു ഹിസ് മോസ്റ്റ് ഡിസേർവിംഗ് ആൻഡ് മെറിറ്റോറിയസ് സ്റ്റുഡൻറ്റ് മാർത്ത ഹെർസെൽഫ്. അങ്ങനെ ലാസ്റ്റ് ആ പ്രിൻസിപ്പൾ ഒരു തീരുമാനമെടുത്തു, മെറിറ്റോറിയസ് ആയ മെറിറ്റുള്ള മാർത്തയ്ക്ക് തന്നെ എന്ത് കൊടുക്കാം, സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. At the end of the day, Mr. Schmidt winked at her and said that he heard that she was getting the jacket. അപ്പോൾ അങ്ങനെ സ്കൂൾ വിട്ട് ഒരു ദിവസം പോകാൻ തുടങ്ങുന്ന സമയത്ത് ഷെമിറ്റ് അവൻ്റെ ഹിസ്റ്ററി ടീച്ചർ അവൻ്റെ മുന്നിൽ നിന്ന് കണ്ണടച്ച് കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ കേട്ടു കേട്ടോ, നിനക്ക് എന്ത് കിട്ടാൻ പോകുന്നുണ്ട്, സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ പോകുന്നുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ, അത് ശരിയാണോ? ഹിസ് ഫേസ് ലുക്ക്ഡ് ഹാപ്പി. സോറി, ഹിസ് അല്ല, യെസ്, ഹിസ് മറ്റ് ഷെമിത്തിൻ്റെ ഫേസ് ലുക്ക്ഡ് ഹാപ്പി. ഷീ ഗേവ് ഹിം എ ക്യുക്ക് ഹഗ് ആൻഡ് റാൻ ടു ദ ബസ്. അങ്ങനെ അവൾ ഷെമിത്ത് എന്ന് പറയുന്നതിൻ്റെ ഹിസ്റ്ററി ടീച്ചറെ കെട്ടിപ്പിടിച്ചിട്ട് ഓടി ബസ്സിൽ കയറി വീട്ടിലേക്ക് പോയി. ആൻഡ് ഷീ കംസ് ബാക്ക് ടു ദ ഫാം ലേറ്റർ ദാറ്റ് ഈവനിങ് ആൻഡ് ഷെയർസ് ദ ഗ്ലാഡ് ടൈഡിങ്സ് വിത്ത് ഹർ ഗ്രാൻഡ് പാരൻസ്. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഗ്രാൻഡ് പാരൻസിനോട് പറഞ്ഞു, എനിക്ക് തന്നെയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്, പൈസ കൊടുത്ത് മേടിക്കുന്നത് ഒരിക്കലും എന്തല്ല, അവാർഡല്ല, അത് മെറിറ്റിൽ കിട്ടുന്നതാണ് അവാർഡ്. എന്നാൽ മാത്രമേ അത് അനുഭവിക്കാനായിട്ട് അതിൻ്റെ സന്തോഷം ഉണ്ടാവുള്ളൂ. സോ ദിസ് ഈസ് ദ ഗ്രേറ്റ് മെസ്സേജ് ഓഫ് ദ സ്റ്റോറി. ഓക്കെ, അപ്പോൾ സ്റ്റോറി മനസ്സിലായില്ലേ? മാർത്തയുടെ ക്യാരക്ടർ, അവരുടെ അപ്പിയറൻസ്, എല്ലാ കാര്യങ്ങളും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ബാലൻസായ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.